ഉള്ളു. 23 കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ചൊവ്വാഴ്ച വെച്ചാലും വരുമ്പോഴത്തേക്കും വൈകുണ്ട്. ശനിയാഴ്ച ക്ലാസ് ഉണ്ട് വൈകുന്നേരത്തെ. അല്ല, നമുക്ക് ശനിയാഴ്ച രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് മതി. രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കിന് ഒന്നോ രണ്ടോ പ്രാവശ്യം നോക്കാം. സാറിന്റെ സൗകര്യം എങ്ങനെയാന്ന് വെച്ചാൽ. അതെ, ഞാൻ പറയാം. 21 കുഴപ്പമില്ലെന്നാവുന്നത് നോക്കിയിട്ട് പറയാം. ശരി. അതെ, രാവിലെ ആണെങ്കിൽ നമുക്ക് 2 റൗണ്ട് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ ആവുള്ളൂ. തിരുവാതിര നോക്കിയാ വെക്കാവൂ. അറിയട്ടെ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി ശാന്തി ശാന്തി. സമാധാനീയതായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായ പ്രണാമം. ഇനി 36 എടുക്കേണ്ടത്. നവമസ്കന്ധം 4-ാം അധ്യായം 36. 35 വരെ അല്ലേ എടുത്തേ? 35 വരെ എടുത്തെന്ന് തോന്നുന്നു. അതെ. ഇനി 36. നവമസ്കന്ധം 4-ാം അധ്യായം ശ്ലോകം 36. തമാനർച്ചാതിഥിം ഭൂപപ്രത്യുത്ഥാനാസനർഹണൈ യാജഭ്യവഹാരായ പാദമൂലമുപാഗതഃ. തം അതിഥിം ആനർച്ച. ആ അതിഥിയായ ദുർവാസാവിനെ അംബരീഷൻ അർച്ചിച്ചു. മുമ്പത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചു വെച്ചത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് അതിഥിയായിട്ട് സാക്ഷാൽ ദുർവാസാവ് ഭഗവാൻ തന്നെ എത്തിച്ചേർന്നു എന്ന്. അങ്ങനെ അവനെ, ആ ദുർവാസാവിനെ ആനർച്ച അർച്ചിച്ചു. അതിഥിൻ തം, അതിഥിയായ ആ ദുർവാസാവിനെ അർച്ചിച്ചു. ഭൂപഹ, രാജാവ്. ആരാണ്? അംബരീഷൻ. എങ്ങനെയൊക്കെയാണ്? പ്രത്യുത്ഥാന ആസന അർഹണൈ. പ്രത്യുത്ഥാനം, എഴുന്നേറ്റു. അദ്ദേഹത്തിന് ഇരിക്കാൻ പീഠം കൊടുത്തു. പൂജകൾ ചെയ്തു. അർഹണ എന്ന് വെച്ചാൽ പൂജ. പ്രത്യുത്ഥാന ആസന അർഹണൈഹി ആനർച്ച്. കയറി വന്നപ്പോൾ തന്നെ എഴുന്നേറ്റ് ചെന്നു, സ്വീകരിച്ചു, അടുക്ക കൊണ്ടിരുത്തി, ഒരു പീഠം കൊടുത്തു, അതിലിരുത്തി, കൈകാലുകൾ കഴുകി പൂജിച്ചു. ഇങ്ങനെ എല്ലാം ചെയ്തു. എന്നിട്ട് യയാചേ, യാചിച്ചു. അഭ്യവഹാരായ. അഭ്യവഹാരം ആഹാരം എന്നാണ്, ഭക്ഷണം എന്നർത്ഥം. ഉള്ളിലേക്ക് ആഹരിക്കുന്നത് അവഹാരമാണ്. അഭ്യവഹാരം നല്ല സദ്യക്ക് എന്നർത്ഥം, സമ്പൂർണമായ ഭക്ഷണത്തിന് വേണ്ടി. അഭ്യവഹാരായ പാദമൂലമുപാഗത. കാലിൽ വീണ് പ്രാർത്ഥിച്ചു. നമസ്കരിച്ചിട്ട് കാലിൽ വീണ് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? ഇന്നത്തെ ഭക്ഷണത്തിന് അങ്ങുണ്ടാവണം. അതിഥിയായിട്ട് വന്നപ്പോൾ എനിക്കിന്ന് ദ്വാദശിയുടെ വ്രതപാരണയാണ്. അതിന് അതിഥിക്ക് ഭക്ഷണം കൊടുത്തിട്ട് കഴിച്ചാൽ അത് ഏറ്റവും ഉത്കൃഷ്ടമാണ്. അങ്ങ് അതിഥിയായിട്ട് വന്ന സ്ഥിതിക്ക് അങ്ങേക്ക് ഭക്ഷണം നൽകിയിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ. സമാനർച്ചാതിഥിം ഭൂപ പ്രത്യുത്ഥാനാസനാർഹണൈ യാചഭ്യവഹാരായ പാദമൂലമുപാഗതാം. സമാനർച്ചാതിഥിം ഭൂപ പ്രത്യുത്ഥാനാസനാർഹണൈ യയാചഭ്യവഹാരായ പാദമൂലമുപാഗതാം. പ്രതിനന്ദ്യഫയദ്യാജ്ഞാം കർത്തും ആവശ്യകം ഗതാം നിമമജ്ജബൃധായൻ കാളിന്ദീ സലിലേ ശുഭേ. പ്രതിനന്ദ്യ, അത് സ്വീകരിച്ചു. സന്തോഷത്തോടെ, വളരെ നന്ദിയോടെ ആ ക്ഷണം സ്വീകരിച്ചു. സഹ, അവൻ ദുർവാസാവ്. യത് യാജ്ഞാം, യാതൊരു യാചനയാണോ രാജാവിനാൽ നടത്തിയത് അത് സന്തോഷത്തോടെ സ്വീകരിച്ചു.
യത് യാജ്ഞാം പ്രതിനന്ദ്യ, രാജാവിന്റെ യാചനയെ പ്രതിനന്ദ്യ സന്തോഷിപ്പിച്ചിട്ട്, കർത്തും ആവശ്യകം ഗതഃ, ആവശ്യകം കർത്തും ഗതഃ, ആവശ്യത്തെ അനുഷ്ഠിക്കാൻ വേണ്ടി പോയി. ആവശ്യങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ സന്ധ്യാവന്ദനാദികളോ ജപങ്ങളോ ഒക്കെ അനുഷ്ഠിച്ചതിന് ശേഷം വേണം ഭക്ഷണം കഴിക്കാൻ. അതൊക്കെ ചെയ്യുവാൻ വേണ്ടി ഗതഃ പോയി. എവിടേക്കാണ് പോയത്? കാളിന്ദീശ്വരിലെ ശുഭേ, കാളിന്ദിയുടെ പരിശുദ്ധമായ വെള്ളത്തിലേക്കാണ് പോയത്. എന്നിട്ട് എന്ത് ചെയ്തു? നിമമജ്ജ, മുങ്ങിക്കുളിച്ചു. എന്നിട്ട് ബൃഹദ്ധ്യായൻ, ബൃഹത്ത് എന്ന് വെച്ചാൽ ഏറ്റവും വലുത്. എന്താണ്? ബ്രഹ്മം. ബൃഹദ്ധ്യായൻ എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട്, ബ്രഹ്മണാത് ബ്രഹ്മ ഉച്യത്തെ എന്ന് ബ്രഹ്മത്തിന് നമുക്ക് വാഗർത്ഥം പറയാം. എന്താ ബ്രഹ്മണം ചെയ്യുന്ന? വളർന്ന് വളർന്ന് വലുതാകുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ ആണ് ആര്? ബ്രഹ്മം. കൊണ്ട് ബൃഹത് ധ്യായൻ എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ആ കാളിന്തിയുടെ വെള്ളത്തിലിറങ്ങി മുങ്ങിക്കുളിച്ച് ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് അതിൽ നിമജ്ജനം ചെയ്തു. പ്രതിനന്ദ്യഫ തദ്യജ്ഞാം കർത്തുമ ആവശ്യകം ഗതാം നിമമജ്ജ ബൃഹദ്ധ്യായൻ കാളിന്ദീ സലിലേ ശുഭേ. പ്രതിനന്ദ്യഫയദ്യാജ്ഞാം കർത്തുമ ആവശ്യകം ഗതഃ നിമമജ്ജ ബൃഹദ്ധ്യായൻ കാളിന്ദീ സലിലേ ശുഭേ. മുഹൂർത്താർത്ഥാവശിഷ്ടായാം ദ്വാദശ്യാം പാരണം പ്രതി ചിന്തയാമാഫധർമ്മജ്ഞോ ദ്വിജൈസ്തദ്ധർമ്മസങ്കടേ. മുഹൂർത്ത അർത്ഥ അവശിഷ്ടായാം ദ്വാദശ്യ, ദ്വാദശിയിലെ ഒരു മുഹൂർത്തത്തിന്റെ പകുതി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ദ്വാദശ്യാം, ദ്വാദശിയിൽ മുഹൂർത്ത അർത്ഥ അവശിഷ്ടായ, ഒരു മുഹൂർത്തത്തിന്റെ പകുതി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പാരണം പ്രതി, പാരണയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും ഒരു മുഹൂർത്തത്തിന്റെ പകുതിയെ കാത്തിരിക്കാൻ പറ്റും. അപ്പോഴത്തെ ദ്വാദശി കഴിയും. ദ്വാദശി കഴിയുന്നതിന് മുമ്പ് പാരണ വിടണം. ദ്വാദശി വ്രതമാണ്. അതുകൊണ്ട് ദുർവാഭാവനെ കാണുന്നില്ല. അദ്ദേഹം പതുക്കെ മുങ്ങിക്കുളിച്ച് ബ്രഹ്മത്തെ ധ്യാനിച്ച് ജപിച്ച് അങ്ങനെ അവിടെ തന്നെ അതിൻ്റെ തീരുന്നിരിക്കുകയാണ്. സമയം നോക്കി രാജാവ് ഉത്കണ്ഠാകുലനാവുകയാണ്. ഒരു മുഹൂർത്തത്തിന്റെ ഇനി ഒരു പകുതി ഭാഗം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ദുർവാഭാവ് എത്തിയിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യാൻ. ചിന്തയാമാഫ ധർമ്മജ്ഞ, ധർമ്മജ്ഞനായ രാജാവ് ചിന്തിച്ചു. ദ്വിജൈഹി തദ്ധർമ്മസങ്കടേ, ബ്രാഹ്മണരോട് ആലോചിച്ചു, ഈ ധർമ്മസങ്കടത്തിൽ എന്താണ് പരിഹാരം ചെയ്യേണ്ടത്? ധർമ്മജ്ഞനായ രാജാവ് തദ്ധർമ്മസങ്കടേ, ആ ധർമ്മസങ്കടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ദ്വിജൈഹി ചിന്തയാമ, ബ്രാഹ്മണരോട് കൂടി ആലോചിച്ചു എന്ത് ചെയ്യണം എന്നാണ്. മുഹൂർത്താർത്ഥാവശിഷ്ടായം ദ്വാദശ്യാം പാരണം പ്രതി ചിന്തയാമാസ ധർമ്മജ്ഞോ ദ്വിജൈസ്തദ്ധർമ്മസങ്കടേ. മുഹൂർത്താർത്ഥാവശിഷ്ടായം ദ്വാദശ്യാം പാരണം പ്രതി ചിന്തയാമാസ ധർമ്മജ്ഞോ ദ്വിജൈസ്തദ്ധർമ്മസങ്കടേ. ബ്രാഹ്മണാതിക്രമേ ദോഷോ ദ്വാദശ്യാം യദപാരണേ യത്കൃത്വാ സാധുമേ ഭൂയാത് അധർമ്മോ വാ നമാം സ്പൃശേത്. ബ്രാഹ്മണ അതിക്രമേ ദോഷ, അതിഥിയായിട്ട് സ്വീകരിച്ച ബ്രാഹ്മണൻ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് താൻ ഭക്ഷണം കഴിക്കുന്നത് ദോഷമാണ്. ബ്രാഹ്മണനെ അതിക്രമിക്കുന്നത് ദോഷമാണ്. കാരണം വിളിച്ചു വരുത്തി ഒരാള് അങ്ങ് വന്നിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് കുളിക്കാൻ വിട്ട ആള് വരുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നത് ദോഷമാണ്. അതും ബ്രാഹ്മണനാണ്, മഹർഷിയാണ്. ദ്വാദശ്യാം യത് അപാരണേ ദോഷ, ദ്വാദശി തീരുന്നതിന് മുമ്പ് പാരണ ചെയ്തില്ലെങ്കിൽ അതും ദോഷമാണ്.
രണ്ട് ദോഷങ്ങൾ ഒരുപോലെ വരും. ഏതെങ്കിലും ഒരു ദോഷം ചെയ്തേ പറ്റും. ഇതിലേത് വേണം എന്നാണ് ധർമ്മജ്ഞന്മാർ ചോദിച്ചത്. രണ്ടായാലും താൻ ദോഷം സഹിക്കാൻ തയ്യാറാണ്, അല്ല വേറെ വഴിയില്ല. ഒന്നുകിൽ ബ്രാഹ്മണൻ വരുന്നതിന് മുമ്പ് ഭുജിക്കണം, അല്ലെങ്കിൽ ദ്വാദശി കഴിഞ്ഞിട്ട് പാർണ വിടണം. രണ്ടായാലും ഇത് അപകടമാണ്, ഇത് ആപത്താണ്, ഇത് പാപമാണ്. എന്താ ചെയ്യേണ്ടതെന്നാണ് ബ്രാഹ്മണരോട് കൂടി ആലോചിച്ചത്. ബ്രാഹ്മണാതിക്രമേ ദോഷോ ദ്വാദശ്യാം യദപാരണേ യത് കൃത്വാ സാധു. യാതൊന്നു ചെയ്താലാണോ നന്നാകുന്നത്? മേ ഭൂയാത് അധർമ്മോ. വലിയ അധർമ്മം എനിക്ക് ഉണ്ടാവാതിരിക്കണം. നമാം സ്പൃശ്യേത്. എന്നെ സ്പർശിക്കരുത്. എന്ത് ചെയ്താലാണോ സാധു ഭൂയാ നല്ലതായി ഭവിക്കുന്നത്, എന്ത് ചെയ്താലാണ് ക്ഷേമമുണ്ടാകുന്നത്, അധർമ്മം എന്നെ ബാധിക്കരുത്. എനിക്ക് മംഗളം ഉണ്ടാവുകയും വേണം, അധർമ്മം ബാധിക്കാതിരിക്കുകയും വേണം. ഇതിനൊരു മാർഗം നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുക. നിങ്ങളത് പറഞ്ഞ വെറുതെ അല്ല, ഇവർ ധർമ്മപാരഗതന്മാരാണ്, ധർമ്മശാസ്ത്രങ്ങളൊക്കെ പഠിച്ചവരാണ്. ഇങ്ങനെ ഒരു ധർമ്മസങ്കടം വന്നാൽ എന്ത് ചെയ്യണമെന്ന് അതിൽ വിധിയുണ്ട്. അത് പഠിച്ചറിഞ്ഞവരാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതിൽ നിന്നും എന്ത് വിധിയെടുത്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. അത് പറഞ്ഞാൽ മാത്രം മതി. രണ്ടായാലും അധർമ്മം തന്നെ. പക്ഷേ ഏതെങ്കിലും ഒരു അധർമ്മം ചെയ്യേണ്ടി വന്നാൽ അത് പാപം കുറവുള്ളതും എനിക്ക് മംഗളമുണ്ടാക്കുന്നതും എന്നെ പാപം ബാധിക്കാത്തതുമായ ഏതെങ്കിലും ഒരു അധർമ്മം ഏതാണ് ചെയ്യേണ്ടത്? ബ്രാഹ്മണാതിക്രമേ ദോഷോ ദ്വാദശ്യാം യദപാരണേം യത്കൃത്വാ സാധുമേ ഭൂയാത് അധർമ്മോ വാ നമം സ്പൃശേത്. ബ്രാഹ്മണാതിക്രമേ ദോഷോ ദ്വാദശ്യാം യദപാരണേം യത്കൃത്വാ സാധുമേ ഭൂയാത് അധർമ്മോ വാ നമം സ്പൃശേത്. അംഭസാ കേവലേനാഥ കരിഷ്യേ വ്രതപാരണം പ്രാഹുരഭക്ഷണം വിപ്രാഹ്യസിതം നാശിതം ച തത്. അംഭസാ കേവലേനാഥ, കേവലമായ ഒരു തുള്ളി വെള്ളം കൊണ്ട് വ്രതപാരണം കരിഷ്യേ, വ്രതപാരണം ചെയ്യാം. ഒരു തുള്ളി വെള്ളം കുടിച്ച് വ്രതപാരണ പൂർത്തിയാക്കാം. പ്രാഹുഹു അഭക്ഷണം. അഭക്ഷണം വെള്ളം കുടിക്കുന്നത്. അപ്പ് വെള്ളം, ഭക്ഷണം വെച്ചാൽ കഴിക്കുക, കുടിക്കുക. വെള്ളം കുടിക്കുന്നത്. വിപ്രാഹ ബ്രാഹ്മണരെ. ഹി അശിതം ഭക്ഷിച്ചതായിട്ടും ന അശിതം ഭക്ഷിക്കാത്തതായിട്ടും ചതത് അറിയപ്പെടുന്നുണ്ട്. ഭക്ഷിക്കപ്പെട്ടതായിട്ടും ഭക്ഷിക്കപ്പെടാത്തതായിട്ടും വിപ്രന്മാർ വിധിച്ചിട്ടുണ്ട്. വെള്ളം കുടിച്ചാൽ ഭക്ഷണം കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഭക്ഷണം കഴിച്ചതിൻ്റെ ഫലത്തേക്ക് അത് എത്തുകയും ചെയ്യും. ഇത് വേദം വിധിച്ചിട്ടുണ്ട്. അപ്പോ അശ്നാദി, വെള്ളം കഴിച്ചാൽ തത് നൈവ അശിതം, അത് ഭക്ഷണം കഴിച്ചിട്ട് കൂട്ടാൻ പറ്റില്ല. നൈവ അനശിതം, കഴിക്കാത്തതായിട്ടും കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ജലഭക്ഷണം ഒരു ഭക്ഷണമല്ല. ഭക്ഷണമില്ലാതിരിക്കുന്ന സ്ഥിതിയും അതിനുണ്ടാവില്ല എന്നാണ് ഈ ശ്രുതിവാക്യത്തിന്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങേക്ക് മഹർഷി തിരിച്ചെത്തുന്നതിന് മുമ്പ് കയ്യിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് അത് കുടിച്ചു. അതിൽ പിന്നീടാണ് നമ്മളൊക്കെ ഏകാദശിക്ക് കഴിഞ്ഞ് ദ്വാദശിക്ക് പാരണം വിടുമ്പോൾ കയ്യിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കുടിക്കാം. പിന്നെ എന്ത് ഭക്ഷണമൊക്കെ കഴിക്കാം. ഇത് അംബരീഷന് വിപ്രന്മാർ ഉപദേശിച്ചു കൊടുത്ത വഴിയാണ്. ആർക്കേലും ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കാവൂ. ഇതാണ് ദ്വാദശിയുടെ വ്യവസ്ഥ. ഏതാണ് ഇതിപ്പോ രാവിലെ ആർക്കേലും നോക്കിയിരുന്ന് ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഉച്ചയാവും, അല്ലെങ്കിൽ 10 മണിയാവും.
എന്നാ പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വാരൈവ പാരണവിധിം നാരായണീയം പറയും. വെള്ളം കൊണ്ട് തന്നെ പാരണവിധി ചെയ്തോളൂ. ഒരു തുള്ളി വെള്ളം കുടിച്ച് പാരണം വിടാം. ഈ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നത് അകത്ത് ഭക്ഷണമായിട്ട് ദഹിച്ചു പോകുന്നതല്ല, ഭക്ഷിക്കാതിരുന്നു എന്നുള്ള ദോഷമുണ്ടാവുകയില്ല എന്ന് ആ വിപ്രന്മാരെല്ലാം കൂടി അദ്ദേഹത്തിന് അഭക്ഷണം പാരണയായിട്ട് വിധിച്ചു. അംഭഫാ കേവലേനാഥ കരിഷ്യേ വ്രതപാരണം പ്രാഹുരഭക്ഷണം വിപ്രാഹ്യസിതം നാശിതം ച തത്. അംഭഫാ കേവലേനാഥ കരിഷ്യേ വ്രതപാരണം പ്രാഹുരഭക്ഷണം വിപ്രാഹ്യസിതം നാശിതം ച തത്. അംഭഫാ കേവലേനാഥ കരിഷ്യേ വ്രതപാരണം പ്രാഹുരഭക്ഷണം വിപ്രാഹ്യസിതം നാശിതം ച തത്. ഇത്യപപ്രാശ്യ രാജർഷിശ്ചിന്തയൻ മനഃച്യുതം പ്രത്യാചഷ്ടഗുരുശ്രേഷ്ഠ വിജാഗമനമേവ. ഇത് അപപ്രാശ്യ, ഇങ്ങനെ വെള്ളം കഴിച്ചിട്ട്, ഇത്യപപ്രാശ്യ രാജർഷി ആയ അംബരീഷൻ മനഫാ അച്യുതം ചിന്തയൻ, വെറുതെ അല്ല, മനസ്സുകൊണ്ട് ഭഗവാനെ ചിന്തിച്ച് ഈശ്വരനാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ടാണ് ഈ വെള്ളം കുടിക്കുന്നത്. അല്ല വെറുതെ കുടിക്കല്ല. അതുകൊണ്ടാണ് നാരായണ നാമത്തെ ഉച്ചരിച്ചു കൊണ്ടുവേണം ദ്വാദശി നാളെന്ന് ഒരു തുളസിയിലയിട്ട് തീർത്ഥം കുടിക്കാൻ. അത് പാരണ വീടലായി. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം, കുഴപ്പമില്ല. മനഫ അച്യുതം ചിന്തയൻ അപപ്രാശ്യ, മനസ്സുകൊണ്ട് അച്യുതനെ ചിന്തിച്ചിട്ട് വെള്ളം പാരം കൊണ്ട് പാരണ വീടിയിട്ട് പ്രത്യാചഷ്ട, കാത്തിരുന്നു. ഹേ കുരുശ്രേഷ്ഠ, സംബോധനയാണ് പരീക്ഷത്തിന്. ദ്വിജാഗമനമേവ, കുളിക്കാൻ പോയ ദ്വിജനായ ഋഷിയുടെ വരവ് നോക്കി അദ്ദേഹം കാത്തിരുന്നു. ഇപ്പൊ വരും എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഈ മുഹൂർത്തം കഴിയാറായി. ഇത്യപപ്രാശാരാജർഷിശ്ചിന്തയൻ മനഃച്യുതം പ്രത്യാചഷ്ടഗുരുശ്രേഷ്ഠ ദ്വിജാഗമനമേവ. ഇത്യപപ്രാശാരാജർഷിശ്ചിന്തയൻ മനഃച്യുതം പ്രത്യാചഷ്ടഗുരുശ്രേഷ്ഠ ദ്വിജാഗമനമേവ. ആചഷ്ടാന്നാണോ? അതെ, ഒരു ദീർഘം വരുന്നുണ്ടോ അവിടെ? ഇല്ലില്ല, പ്രത്യാചഷ്ട. പ്രത്യാചഷ്ടാന്ന് പറഞ്ഞല്ലേ? ആ, അവിടെ പ്രത്യ എന്നുള്ളത് ദീർഘമുണ്ട്, ആ പിന്നെ ചഷ്ട എന്നുള്ളത് ദീർഘമില്ല. അവിടെ പ്രതി ആചഷ്ട എന്ന് രണ്ട് വാക്കുകളാണ്. കുളിച്ചു വരുമ്പോ പ്രത്യാചഷ്ട എന്ന് വരുന്ന. പ്രത്യാചഷ്ട ഗുരുശ്രേഷ്ഠ ദ്വിജാഗമനമേവ. ദുർവാസാ യമുനാകൂലാത് കൃത ആവശ്യക ആഗതാം രാജ്ഞാഭിനന്ദിതസ്തസ്യ ബുബുധേ ചേഷ്ടിതം ധിയാം. ദുർവാസാവ് യമുനാകൂലാത്, യമുനയുടെ തീരത്തു നിന്നും കൃത ആവശ്യക, ആവശ്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട്, താൻ ഉദ്ദേശിച്ച വിധത്തിലുള്ള ജപങ്ങളും ധ്യാനവും കഴിഞ്ഞിട്ട് ആഗത, തിരിച്ചു. രാജ്ഞ അഭിനന്ദിത, രാജാവിനാൽ അദ്ദേഹത്തെ നന്ദിപൂർവ്വം സ്വീകരിച്ചു. തസ്യ ബുബുധേ ചേഷ്ടിതം ധിയ, തസ്യ രാജാവിന്റെ ചേഷ്ടിതം, ജലം കൊണ്ട് പാരണ വീടിയത്, ധിയ ബുബുധേ, ബുദ്ധിയിലൂടെ ദുർവാസാവ് അറിഞ്ഞു. ബുബുധേ ബോധ്യപ്പെട്ടു, അറിഞ്ഞു. ധിയ, അതാണ് ഋഷിമാർക്കുള്ള മഹാത്മ്യം. അതാണ് ബുദ്ധിയിൽ ചിന്തിച്ച് കണ്ടെത്തും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, നേരിട്ട് കാണണം എന്നില്ല. അങ്ങനെ യമുനാകുലത്തിൽ നിന്നും ആവശ്യങ്ങൾ കഴിഞ്ഞ് ദുർവാസാവ് തിരിച്ചെത്തി. രാജാവ് അഭിനന്ദിച്ചു. ആ രാജാവിൻ്റെ ഈ ചേഷ്ടിതം, എന്താണ് ചേഷ്ടിതം? വെള്ളം കൊണ്ട് പാരണ വീടിയ ചേഷ്ടിതം ബുദ്ധിയിലൂടെ ഈ ദുർവാസാവ് തിരിച്ചെത്തി. ദുർവാസാ യമുനാകൂലാത് കൃത ആവശ്യകാഗതം രാജ്ഞാ അഭിനന്ദിതസ്തസ്യ ബുബുധേ ചേഷ്ടിതം ധിയാം. ദുർവാസാ യമുനാകൂലാത് കൃത ആവശ്യകാഗതം രാജ്ഞാഭിനന്ദിതസ്തസ്യ ബുബുധേ ചേഷ്ടിതം ധിയാം.
മഞ്ജുനാ പ്രചരദ്ഗാത്രോ ഭൃകുടീ കുടിലാനനാം ബുഭുക്ഷിതശ്ച ഫുതരാം കൃതാഞ്ജലിമഭാഷതാം. മഞ്ജുന കോപം കൊണ്ട്, പ്രചലദ്ഗാത്ര ശരീരം വിറയ്ക്കുന്നവനായി, കോപം കൊണ്ട് ശരീരം വിറയ്ക്കുന്നവനായി, ഭ്രുകുട്ടി പുരികക്കൊടികൾ കോപം കൊണ്ടും വളഞ്ഞു മുകളിലേക്ക് കയറി, കുട്ടിലാനന മുഖം വളഞ്ഞു, ബുഭുക്ഷിതശ്ച വിശക്കുകയും ചെയ്തു, നിതരാം സുതരാം വളരെയധികം വിശക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആ ദുർവാസാവ് കൃതാഞ്ജലിം അഭാഷത, കൈകൂപ്പി നിൽക്കുന്ന രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു. അതിഥിയായ താൻ വരുന്നതിന് മുമ്പേ പാരണ ചെയ്തു എന്നുള്ളത് ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടു. അപ്പൊ വാക്കുപാലിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ക്ഷിപ്രകോപിയാണ് ദുർവാസാവ്. കോപിച്ചിട്ട് ശരീരത്തിന്റെ സർവംഗം വിറച്ചു, പുരികങ്ങൾ വളഞ്ഞു കോടിതൊന്ന് മുഖം തന്നെ ഭയങ്കരമായി തോന്നി. അതോടുകൂടി വിശപ്പിന്റെ ആധിക്യവും അത് ഈ കോപത്തെ ബലപ്പെടുത്തി. വിശപ്പ് കൂടിയാൽ പൊതുവെ ഉണ്ടായിരുന്ന കോപം ഇരട്ടിയാവും, ക്ഷമ ഒട്ടുമില്ലാതാവും. ഈ ഭാവപ്പകർച്ച കണ്ട് രാജാവ് കൈകൂപ്പി മുമ്പിൽ വളരെ ക്ഷമയോടെ നിന്നു. മഞ്ജുനാ പ്രചരദ്ഗാത്രോ ഭൃകുടീ കുടിലാനനാം ബുഭുക്ഷിതശ്ച ഫുതരാം കൃതാഞ്ജലിമഭാഷതാം. മഞ്ജുനാ പ്രചരദ്ഗാത്രോ ഭൃകുടീ കുടിലാനനാം ബുഭുക്ഷിതശ്ച ഫുതരാം കൃതാഞ്ജലിമഭാഷതാം. അഹോ അസ്യ നശംസസ്യ ശ്രീയോന്മത്തസ്യ പശ്യത ധർമ്മവ്യതിക്രമം വിഷ്ണോഃ അഭക്തസ്യേഷമാനിനാം. അഹോ, ആശ്ചര്യം തന്നെ, കഷ്ടം തന്നെ. അസ്യ നൃശംസസ്യ, ഈ ദുഷ്ടനെ, ഈ നൃശംസനെ, ശ്രീയാ ഉന്മത്തസ്യ, ഐശ്വര്യം കൊണ്ട് അഹങ്കാരിയായി തീർന്ന ഇവന്റെ പശ്യത നോക്കൂ, ധർമ്മവ്യതിക്രമം, ധർമ്മത്തിന്റെ ക്രമം തെറ്റിച്ചിരിക്കുന്നു നോക്കൂ. ക്രൂര സ്വഭാവനായ, ഐശ്വര്യം കൊണ്ട് മത്തുപിടിച്ച് മതം പിടിച്ച അഹങ്കാരിയായ ഈ രാജാവ് ധർമ്മത്തിന് ക്രമം തെറ്റിച്ച് നോക്കൂ. വിഷ്ണോഹോ അഭക്തസ്യ, ഇദ്ദേഹം വിഷ്ണുവിന്റെ ഭക്തനൊന്നുമല്ല, അഭക്തനാണ്. ഈശമാനിന, ഞാൻ ഈശ്വരനാണെന്ന് അഭിമാനിച്ച് നടക്കുന്നവനാണ്, ഞാൻ രാജാവാണ് എന്നിങ്ങനെ അഭിമാനിച്ച് നടക്കുന്നവനായ, വിഷ്ണുവിനോട് ലേശം പോലും ഭക്തിയില്ലാത്തവനായ ഇവൻ ഐശ്വര്യം കൊണ്ട് മത്തുപിടിച്ച് ധർമ്മത്തെ വ്യതിക്രമിച്ചത് കണ്ടില്ലേ. അഹോ അസ്യ നൃശംസസ്യ ശ്രിയോന്മത്തസ്യ പശ്യത ധർമ്മം വ്യതിക്രമം വിഷ്ണോഃ അഭക്തസ്യ യശമാനിനാം. അഹോ അസ്യ നൃശംസസ്യ ശ്രിയോന്മത്തസ്യ പശ്യത ധർമ്മം വ്യതിക്രമം വിഷ്ണോഃ അഭക്തസ്യ യശമാനിനാം. യോ മമ അതിഥിമായാന്തം ആതിഥ്യേന നിമന്ത്രിതാം അദത്വാ ഭുക്തവം തസ്യ സദ്യസ്തേ ദർശയേ ഫലം. യോ, ആരാണ് മാം അതിഥിം ആയാന്തം, അതിഥിയായിട്ട് വരുന്ന എന്നെ, മാം അതിഥിം ആയാന്തം, അതിഥിയായിട്ട് വരുന്ന എന്നെ ആതിഥ്യേന നിമന്ത്രിയ, ആതിഥ്യ സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചിട്ട്, നിമന്ത്രണം ചെയ്യുക, ക്ഷണിക്കുക. ആതിഥ്യേന നിമന്ത്രിയ, അതിഥിയായിട്ട് വിളിക്കാതെ വന്നവനാണ് ഞാൻ, തിഥി നോക്കാതെ സാന്ദർഭ്യമായിട്ട് കയറി വന്നവനാണ്. അതിഥിയായിട്ട് വന്ന എന്നെ വന്നപ്പോ തന്നെ ആതിഥ്യ മര്യാദ അനുസരിച്ച് പൂജിച്ച് ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല. എന്നിട്ടോ അദത്വാ ഭുക്തവാൻ, എനിക്ക് തരാതെ കഴിക്കുകയും ചെയ്തു. നോക്കൂ, ഇതെന്ത് മര്യാദയാണ്. അദത്വാ ഭുക്തവാൻ, എനിക്ക് നൽകാതെ ഭുജിച്ചു. തസ്യ, അതിൻ്റെ സദ്യ തേ ദർശയ ഫലം,
തസ്യ ഫലം, അതിന്റെ ഫലം സദ്യഹത്തെ ദർശി, ഇപ്പൊ തന്നെ നിനക്ക് കാണിച്ചു തരുന്നത്. നിമിഷങ്ങൾക്കാവും നീ എന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നു എന്ന് കുപിതനായി പറഞ്ഞു. യോ മാമതിഥിമായാന്തം ആതിഥ്യേന നിമന്ത്രിതാം അദത്വാ ഭുക്തവാം തസ്യ സദ്യസ്തേ ദർശയേ ഫലം. യോ മാമതിഥിമായാന്തം ആതിഥ്യേന നിമന്ത്രിതാം അദത്വാ ഭുക്തവാം തസ്യ സദ്യസ്തേ ദർശയേ ഫലം. ഏവം ബ്രുവാണ ഉത്കൃത്യ ജഡാം രോഷവിദീപിത തയാ സനർമ്മമേ തസ്മൈ കൃത്യം കാലാനലോപമാം. ഏവം ബ്രുവാണ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉത്കൃത്യ ജഡാം, ഒരു ജഡ പിഴുത് എടുത്തിട്ട് രോഷവിദീപിത, കോപം കൊണ്ട് കത്തുന്നവനായിട്ട്, ദേഷ്യം മൂത്തിട്ട് തന്നെ ഇപ്പൊ കത്തിയെരിഞ്ഞു പോകുമോ എന്ന് തോന്നുന്ന ഉജ്ജ്വലനായി തീർന്നിട്ട് തൻ്റെ ജടയിൽ നിന്നും ഒരു ജഡകഷ്ണം അഴിച്ചു മുറിച്ചെടുത്തിട്ട് തയാ, അതുകൊണ്ട് അവൻ നിർമ്മമേ, നിർമ്മിച്ചു, ഉണ്ടാക്കി ഒരു കൃത്യേ, തസ്മൈ കാലാനലോപമാം, കൽപ്പാന്തകാലത്തെ അഗ്നിക്ക് തുല്യമായ പ്രളയാഗ്നി പോലെ എന്തിനേയും അതിക്രമിപ്പിക്കാൻ ശക്തിയായ ഒരു കൃത്യേ തസ്മൈ, അംബരീഷന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു അവനെ നിഗ്രഹിക്കാൻ. കാലിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ശക്തിയാണ്. കാല അനലോപമാണ്, കൽപ്പാന്തകാലത്തെ പ്രളയാഗ്നി പോലെയാണ്. അങ്ങനെയുള്ള ഒരു കൃത്യയെ, ഒരു ഭൂതഗണത്തെ സൃഷ്ടിച്ച് അംബരീഷന്റെ നേരെ പറഞ്ഞയച്ചു. ഏവം ബ്രുവാണ ഉത്കൃത്യ ജഡാം രോഷവിദീപിതാം തയാസ നിർമ്മമേ തസ്മൈ കൃത്യം കാലാനലോപമാം. ഏവം ബ്രുവാണ ഉത്കൃത്യ ജഡാം രോഷവിദീപിതാം തയാസ നിർമ്മമേ തസ്മൈ കൃത്യം കാലാനലോപമാം. താമാപതന്തിം ജ്വലതീമഫിഹസ്താം പദാഭുവം വേപയന്തിം സമുദ്വീക്ഷ്യ നചാലപതം നൃപാം. താം ആപതന്തിയും, തൻ്റെ നേരെ ചാടി വരുന്ന അവളെ, ജ്വലതീ, കത്തിജ്വലിച്ച് നിൽക്കുന്ന അവളെ, അഫിഹസ്താം, കയ്യിലൊരു വാളുമായിട്ടാണ്, കയ്യിലൊരു വാളുമായിട്ട് കത്തിജ്വലിക്കുന്ന ഉടലോടെ ഒരു തീക്കട്ട വരുന്ന പോലെ തൻ്റെ നേരെ പാറി വരുന്ന അവളെ പദാ ഭുവം വേപയന്തി, ഓരോ ചൂട് വെക്കുമ്പോഴും ഭൂമി വിറയ്ക്കുകയാണ്. അവൾ ഒരു കാലെടുത്ത് വെച്ചാൽ ഭൂകമ്പം ഉണ്ടാകും, അതുപോലെ വിറയ്ക്കുകയാണ്. അവളെ സമുദ്വീക്ഷ്യ, കണ്ടിട്ട് നചാല പദം നൃപ, രാജാവ് പദാത് നചാല, ആരായാലും ഇത് ഓടി വരുമ്പോ പുറകോട്ടൊന്നും മാറില്ലേ, അനങ്ങിയില്ല. ഒരു ചുവട് പോലും മുമ്പോട്ടും പുറകോട്ടും ഇടത്തോട്ടും വലത്തോട്ടും വെച്ചില്ല, നിന്നാൽ തന്നെ ഉറച്ചു നിന്നു. ഇതാണ് ഭക്തിയുടെ സ്ഥൈര്യത, അതാണ് ചാഞ്ചല്യമില്ലാത്ത ഭക്തിയാണ്. ഇതിനു മുമ്പ് കണ്ടത് പ്രഹ്ലാദനാണ്. ഒരു ഭയവുമില്ല. നമ്മൾ എത്ര ഭക്തനാണെങ്കിലും ഇങ്ങനെ വസ്തു മുമ്പിൽ കണ്ടാൽ പുറകോട്ട് പേടിച്ചു പോകും. കാരണം നമ്മുടെ ഭക്തി ചഞ്ചലമാണ്, ഉറച്ചതല്ല. അംബരീഷന്റെ ഭക്തി അചഞ്ചലമാണ്, ഉറച്ചതാണ്, ഒരു ഭയവുമില്ല. നചാല പദാത് നൃപഃ പദം നൃപഃ, നൃപഃ പദാത് നചാല, തൻ്റെ നേരെ പാഞ്ഞു വരുന്ന തീക്കട്ട പോലെ കത്തിജ്വലിച്ചു വരുന്ന, കയ്യിലൊരു വാളും പിടിച്ചു വരുന്ന, ഭൂമി ഓരോ ചൂട് വെക്കുമ്പോഴും ഭൂമി കുടുങ്ങിക്കൊണ്ടുവരുന്ന അവളെ കണ്ടിട്ട് രാജാവ് ഒരു ചൂട് പോലും പുറകോട്ട് മാറിയില്ല. താമ അപതന്തിം ജ്വലതീമഫിഹസ്തം പദാഭുവം വേപയന്തിം സമുദ്വീക്ഷ്യ നചാര പദം നൃപാം. താമ അപതന്തിം ജ്വലതീമഫിഹസ്തം പദാഭുവം വേപയന്തിം സമുദ്വീക്ഷ്യ നചാര പദം നൃപാം. താമ അപതന്തിം ജ്വലതീമഫിഹസ്തം പദാഭുവം വേപയന്തിം സമുദ്വീക്ഷ്യ നചാര പദം നൃപാം. പ്രാഗ്ദിഷ്ടം ഭൃത്യരക്ഷായാം പുരുഷേണ മഹാത്മനാം ദദാഹ കൃത്യാം താം ചക്രം കുർത്ഥാഹിമിവ പാവകാം. പ്രാഗ്ദിഷ്ടം,
നേരത്തെ തന്ന, പ്രാക് നേരത്തെ ദിഷ്ടം ദാനം ചെയ്ത, ഭൃത്യരക്ഷായാം തന്റെ ഭൃത്യനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ നേരത്തെ അംബരീഷൻ ദാനം ചെയ്ത തന്റെ സുദർശനം എന്ന ചക്രമുണ്ട്. പുരുഷേണ മഹാത്മന, മഹാത്മാവായ പുരുഷനാൽ നേരത്തെ തന്റെ ഭൃത്യനായ അംബരീഷനെ രക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ കണ്ടുകൊണ്ടാണ് കൊടുത്തത്. ചക്രം, ആ ചക്രം ദദാഹ കൃത്യാം താം, താം കൃത്യം ദദാഹ, ആ കൃത്യയെ ദഹിപ്പിച്ചു കളഞ്ഞു. ഏതുപോലെ കുർത്ഥാഹിമിവ പാവക, കോപിച്ച് പത്തി വിടർത്തി ചീറ്റി വരുന്ന പാമ്പിന്റെ നേരെ കാട്ടുതീ പോലെ. ഇങ്ങനെ വരുന്ന പാമ്പിന്റെ നേരെ കാട്ടുതീ എന്ത് ചെയ്യും? പാമ്പ് അതിൻ്റെ അകത്തുനിന്ന് വെന്ന് മരിച്ചു പോവുകയുള്ളൂ, വേറൊരു വഴിയില്ല. പാമ്പിന്റെ ഈ പാമ്പിനെ പോലെയാണ് ഇവള് ചീറ്റിയെടുത്ത് വന്നത്. പക്ഷെ തൻ്റെ കയ്യിലുള്ള സുദർശന ചക്രം കാട്ടുതീ പോലെ, അതിൽ നിന്നും ഒരു തീക്കട്ട മുമ്പോട്ട് പാഞ്ഞു ചെന്ന് ഈ കോപിച്ചു വന്ന ആ കൃത്യയെ ദഹിപ്പിച്ച് ചാമ്പലാക്കി. അവിടെ ഒരുപിടി ചാമ്പൽ മാത്രമേ കേൾപ്പുള്ളൂ, വാളുമില്ല, ഒന്നുമില്ല. ദദാഹ കൃത്യാം താം ചക്രം ക്രുദ്ധ അഹിമിവ പാവക, കോപിച്ച അഹിയെപ്പോലെ, അഹിംസ പാമ്പ്, പാവക അഗ്നി, പ്രാഗ്ദിഷ്ടം ഭൃത്യരക്ഷായം പുരുഷേണ മഹാത്മനാം ദദാഹ കൃത്യാം താം ചക്രം ക്രുദ്ധാഹിമിവ പാവകാം, പ്രാഗ്ദിഷ്ടം ഭൃത്യരക്ഷായം പുരുഷേണ മഹാത്മനാ ദദാഹ കൃത്യാം താം ചക്രം ക്രുദ്ധാഹിമിവ പാവകാം. തഥാഭിദ്രുവദ് ഉദ്വീക്ഷ്യ സ്വപ്രയാസം ച നിഷ്ഫലം ദുർവാസാദുദ്രുവേ ഭീതോ ദിക്ഷു പ്രാണപരീക്ഷയാം. തത് അഭിദ്രവത് ഉദ്വീക്ഷ്യ, അഭിദ്രവത് നേരിട്ടെതിർത്തു വരുന്ന, ഓടി വരുന്ന, അഭിദ്രവം ചെയ്തു വരുന്ന ആ ചക്രത്തെ ഉദ്വീക്ഷ്യ കണ്ടിട്ട്, സ്വപ്രയാസം ച നിഷ്ഫലം, തൻ്റെ പ്രയത്നം വെറുതെയാണെന്ന് മനസ്സിലാക്കി. കൃത്യയെ പറഞ്ഞയച്ചിട്ട് ഫലം ഉണ്ടായില്ല. ഇനിയും തൻ്റെ നേരെ വരികയാണ്. ആര്? ഈ സുദർശന ചക്രം. ദുർവാസ ദുദ്രുവേ ഭീതോ, ദുർവാസാവ് ഭീതനായിട്ട് ഓടി, ദുദ്രുവേ ഓടി, ദിക്ഷു ഓരോ ദിക്കിലേക്ക് ഓടി, പ്രാണപരീക്ഷയ പ്രാണനെ രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടെ, എങ്ങനെയെങ്കിലും പ്രാണൻ തിരിച്ചു കിട്ടണമെന്ന ആഗ്രഹത്തോടെ തെക്കോട്ടോടി, വടക്കോട്ടോടി, പടിഞ്ഞാട്ടോടി, കിഴക്കോട്ടോടി, ഓരോ ദിക്കിലേക്കും വിദിക്കിലേക്കൊക്കെ ഈ ഭൂമി മുഴുവൻ ഓടി നടന്നു. അവിടെയൊക്കെ ഈ സുദർശന ചക്രം പുറകെ 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 ചെന്നു. തത് അഭിദ്രുവദ്വീക്ഷ്യ സ്വപ്രയാസം ച നിഷ്ഫലം ദുർവാസാദുദ്രുവേ ഭീതോ ദിക്ഷു പ്രാണപരീക്ഷയാം. തത് അഭിദ്രവദുദ്വീക്ഷ്യ സ്വപ്രയാസം ച നിഷ്ഫലം ദുർവാസാദുദ്രുവേ ഭീതോ ദിക്ഷു പ്രാണപരീക്ഷയാം. തമന്വധാവത് ഭഗവദ്രഥംഗം ദാവാഗ്നിരുദ്ധൂതശിഖോ യഥാഹിം തഥാ അനുഷക്തം മുനിരീക്ഷമാണോ ഗുഹാം വിവിക്ഷു പ്രസസാരമേരോഹം. തം അന്വധാവത്, അവനെ പിന്തുടർന്നു, ഭഗവദ്രഥംഗം, ഭഗവാന്റെ ചക്രം, രഥാംഗം ചക്രം, രഥത്തിന്റെ അംഗം, അവയവം, രഥത്തിന്റെ പ്രധാനപ്പെട്ട അവയവം ചക്രമാണ്. അതുകൊണ്ട് ചക്രത്തിന് രഥാംഗം എന്ന് പേര് വന്ന ഭഗവദ്രഥാംഗം, ഭഗവാന്റെ ചക്രം, അതേതാണ്? സുദർശനം. ആ ഭഗവാന്റെ ചക്രമായ സുദർശനം തം അന്വധാവത്, അവന്റെ പുറകെ എവിടൊക്കെ പോയോ അങ്ങോട്ടൊക്കെ വരും. ദാവാഗ്നി ഉത്ഥൂതശിഖോ യഥാഹിം, ദാവാഗ്നി കൊണ്ട് ഉദ്ഭൂതശിഖ, മേലോട്ട് ചലിപ്പിക്കുന്ന ശിഖകളോട് കൂടിയ ഒരു സർപ്പത്തെ പോലെ, യഥാ അഹിം, അഹിയെപ്പോലെ. കാട്ടുതീ വന്ന് വാലെ കയറി പിടിച്ചു. ചുറ്റുമുണ്ട്, ഏത് ദിക്കിൽ ചെന്നാലും കാട്ടുതീയാ. പാമ്പ് ഇങ്ങനെ തല മുകളിലേക്ക് ഒക്കെ പുറത്തേക്ക് ചാടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പാമ്പിനെ പോലായി തീർന്നു ദുർവാസാവ്.
എങ്ങനെങ്കിലും ഈ സുദർശനക്രമത്തിന്റെ തീയിൽ നിന്നും രക്ഷപ്പെടണം. ഏത് ദിക്കിലേക്ക് പോയാൻ പറ്റും എന്ന് വിചാരിച്ച് കാട്ടുതീയിൽ തന്റെ ശിരസ് ഒക്കിപ്പിടിച്ചിരിക്കുന്ന ഒരു പാമ്പിനെ പോലായി. ദാവാഗ്നിഹി ഉദ്ധൂതശിഖു യഥാ അഹിം. നല്ല മനോഹരമായ ഉപമാനങ്ങൾ കണ്ടെത്തി ഒരു കാവ്യഭംഗിയുടെ മനോഹാരിത ആവിഷ്കരിക്കാൻ വ്യാസൻ ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കാറുണ്ട്. ഒരു കവികൾക്കും ഇങ്ങനെയുള്ളൊരു ഭാവന, ഇത് നമുക്ക് എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളുടെ ഭാവമാണ്. പക്ഷെ അതിനെ തക്ക സമയത്ത് ആവിഷ്കരിക്കാനുള്ള കവിത്വ ചാതുര്യം റാംദർശയ കവി തന്നെയാണ്. ദാവാഗ്നിരുദ്ധൂതശിഖോ യഥാഹിം തഥാ അനുഷക്തം മുനിരീക്ഷമാണോ. തഥാ അനുഷക്തം, അപ്രകാരം പിമ്പേ വരുന്ന അനുഷക്തനായതിനെ മുനിഹി ഈക്ഷമാണ്, മുനി നോക്കിക്കൊണ്ട് ഗുഹാം വിവിക്ഷു, ഗുഹയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, വിവിക്ഷു വിശിതും ഇക്ഷുഹു പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നതിനായിട്ട്, മേരോഹു ഗുഹാം പ്രസസാൻ സുമേരുവിന്റെ ഗുഹയിലേക്ക് ഓടിപ്പോയി. ഇനി ഒരു വഴിയേ ഉള്ളൂ, ഗുഹയ്ക്കകത്ത് കയറി നോക്കാം. തീ എന്നെ വാതുക്കെ നിൽക്കത്തേ ഉള്ളൂ, സുദർശനം അകത്തോട്ട് കയറില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അതിവേഗം ഓടിച്ചെന്ന് സുമേരുവിന്റെ ഗുഹയിലേക്ക് കടക്കാൻ ആഗ്രഹിച്ചു. തമന്വധാവത് ഭഗവദ്രഥംഗം ദാവാഗ്നിരുദ്ധൂതശിഖോ യഥാഹിം തഥാ അനുഷക്തം മുനിരീക്ഷമാണോ ഗുഹാം വിവിക്ഷു പ്രസസാരമേരോഹം. തമന്വധാവത് ഭഗവദ്രഥംഗം ദാവാഗ്നിരുദ്ധൂതശിഖോ യഥാഹിം തഥാ അനുഷക്തം മുനിരീക്ഷമാണോ ഗുഹാം വിവിക്ഷു പ്രസസാരമേരോഹം. ദിശോദഭ ക്ഷ്മാം വിവരാൻ സമുദ്രാൻ ലോകാൻ സപാലാസ്തു ദിവം ഗതസ യതോ യതോ ധാവതി തത്ര തത്ര സുദർശനം ദുഷ്പ്രസഹം ദദർശ. ദിശ, 4 ദിക്കിലേക്ക് ഓടി. നഭഃ, ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങിപ്പോയി. ക്ഷ്മാം, ഭൂമിയുടെ അടിയിലേക്ക് പോയി. വിവരാൻ, വിവരം എന്ന് വെച്ചാൽ കുഴികൾ എന്നാണ്, ഗർത്തങ്ങൾ എന്ന്. അപ്പൊ ഭൂമിയുടെ ഗർത്തത്തിലേക്ക് ഒഴുകി ഇറങ്ങിപ്പോയി, ആകാശത്തിലേക്ക് ചാടിപ്പോയി, 8 ദിക്കിലേക്കും കറങ്ങി, രക്ഷയില്ല. അവിടെയൊക്കെ സുദർശനം പറയുക വരികയാണ്. സമുദ്രാൻ, സമുദ്രത്തിൽ ചാടി. ആവും, വെള്ളമല്ലേ, തീ വരികയല്ല എന്നാ വിചാരിച്ച, അവിടെയും ഇതെത്തി. ലോകാൻ സപാല, ലോകപാലന്മാർ ഉള്ള ലോകങ്ങളിലേക്ക് പോയി. ഓരോ ലോകപാലന്മാരുടെയും ലോകങ്ങളുണ്ട്. ഇന്ദ്രൻ ലോകം, അമരാവതി, കാലപുരി എന്നിങ്ങനെ ഓരോ പുരങ്ങളുണ്ട്. അവിടേക്കൊക്കെ പോയി. ദിവം ഗത, സ്വർഗത്തിലോട്ട് പോയി. കാരണം ദുർവാസാവിന് എത്തപ്പെടാത്ത സ്ഥലമില്ല. ഇവിടൊക്കെ ഓടി, എന്ത് കഷ്ടപ്പാടാന്ന് നോക്കണം. ലോകാൻ സപാലാസ്തു ദിവം ഗതസാം യതോ യതോ ധാവതി, എങ്ങോട്ടെങ്ങോട്ടൊക്കെ ഓടുന്നു. തത്ര തത്ര, അവിടെ ഇവിടെ സുദർശനം ദുഷ്പ്രസഹം, സഹിക്കാനാവാത്ത സുദർശനം ദദർശ കണ്ടു. എവിടെ ചെന്നാലും തൊട്ട് പറയും. അവിടുന്ന് ഓടും മറ്റു ദിക്കിലേക്ക്, അപ്പൊ അവിടെ നിൽക്കും. എവിടെ പോയാലും അവിടേക്ക് എത്തും. ദിശോ നഭക്ഷ്മാം വിവരാൻ സമുദ്രാൻ ലോകൻ സപാലാസ്തു ദിവം ഗതസാം യതോ യതോ ധാവതി തത്ര തത്ര സുദർശനം ദുഷ്പ്രസഹം ദദർശാം. ദിശോ നഭക്ഷ്മാം വിവരാൻ സമുദ്രാൻ ലോകൻ സപാലാസ്തു ദിവം ഗതസാം യതോ യതോ ധാവതി തത്ര തത്ര സുദർശനം ദുഷ്പ്രസഹം ദദർശാം. അലബ്ധനാഥ സയദാ കുതശ്ചിത് സന്ത്രസ്തചിത്തോരണം ഏഷമാണ ദേവം വിരിഞ്ചം സമഗാദ്വിധാതസ്യാഹ്യാത്മയോഗേ ആത്മയോരേ ജിതതേജസോ മം. അലബ്ധനാഥ, ആശ്രയം കിട്ടാത്തവനായിട്ട്. നാഥൻ ആശ്രയം കൊടുക്കുന്നത്. അലബ്ധനാഥ, എങ്ങും നാഥനില്ലാതായി, ആരും തന്നെ രക്ഷിക്കാൻ തയ്യാറായി. ഫഹ, അവൻ യഥാ, എപ്രകാരമാണോ, കുതശ്ചിത്, ഒരിടത്തുനിന്നും രക്ഷ കിട്ടിയില്ല. സന്ത്രസ്ത ചിത്ത, പേടിച്ച ഹൃദയത്തോടു കൂടിയവനായി. ഇനിയും പേടിയായി. ഇതുവരെ തൻ്റെ കഴിവുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിക്കാമെന്ന് വിചാരിച്ച്,
പറ്റില്ല. അരണം ഏഷമാണ്, അരണത്തെ ശരണം, ഏഷമാണ അന്വേഷിക്കുന്നവനായി, അരണം ഏഷമാണ ശരണം അന്വേഷിക്കുന്നവനായിട്ട്, സന്ത്രസ്തജിത്തോരണമേഷമാണ്, സന്ത്രസ്തജിത്ത അരണം ഏഷമാണ് പേടിച്ചു പറച്ച മനസ്സോടെ എവിടുന്നെങ്കിലും ആശ്രയം കിട്ടണമെന്ന് അന്വേഷിച്ചു പോകുന്നവനായ അവൻ ദേവം വിരിഞ്ചം സമഗാത് വിധാത, വിധാതാവായ വിരിഞ്ചദേവന്റെ അടുത്തേക്ക് എത്തി. ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവിന്റെ അടുത്ത്, 14 ലോകത്തിൽ ഏറ്റവും മുകളിലത്തെ ലോകമാണ്, അവിടെ വരെ എത്തി. വിധാത ബ്രഹ്മാവ്, ദേവം വിരിഞ്ചം സമഗാത്, എന്താ പറഞ്ഞത്? ത്രാഹി ആത്മയോനേ അജിത തേജസോമാം. ധാതസ്ത്യാഹി എന്ന് ധാതഹ എന്നത്തെ വിസർഗം ഫായിട്ട് വന്നുകൊണ്ടാണ് അവിടെ വിധാതഹ എന്ന് വിസർഗം പറഞ്ഞ് നിർത്തിയാൽ പിന്നെ അവിടെ ത്രാഹി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായി. ഈ സ്ത്രാ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ ത്രാഹി ആത്മയോനെ, ത്രാഹ്യാത്മയോനെ, ആത്മയോനി തന്നെത്താൻ ഉണ്ടായവൻ ബ്രഹ്മാവ് സ്വയംഭു. ഹേ ആത്മയോനെ ത്രാഹി, ഹേ ബ്രഹ്മാവെ എന്നെ രക്ഷിക്കൂ. അജിത തേജസ്സു മാം, ജയിക്കാനാവാത്ത ഈ തേജസ്സിൽ നിന്നും എന്നെ രക്ഷിക്കണം. ഇപ്പോഴെന്റെ പുറകെ വരുന്ന ഈ തേജസ്സിനെ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ആശ്രയിക്കുകയാണ്, എന്നെ അതിൽ നിന്നും രക്ഷിക്കണമേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. അലബ്ധനാഥ ഫയദാ കുതശ്ചിത് സന്ത്രസ്തചിത്തോരണമേഷമാണ്, ദേവം വിരിഞ്ചം സമഗാദ്വിധാത ത്രാഹ്യാത്മയോനേ ജിത തേജസോ മാം. അലബ്ധനാഥ ഫയദാ കുതശ്ചിത് സന്ത്രസ്തചിത്തോരണമേഷമാണ്, ദേവം വിരിഞ്ചം സമഗാദ്വിധാത ത്രാഹ്യാത്മയോനേ ജിത തേജസോ മാം. അലബ്ധനാഥ ഫയദാ കുതശ്ചിത് സന്ത്രസ്തചിത്തോരണമേഷമാണ്, ദേവം വിരിഞ്ചം സമഗദ്വിധാത ത്രാഹ്യാത്മയോനേ ജിത തേജസേ തേജസോ മാം. അപ്പൊ ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറഞ്ഞു, സ്ഥാനം മദീയം സഹ വിശ്വമേതം പീഡാവസാനേ ദ്വിപരാർത്ഥപത്നേ ഭൂഭംഗമാത്രേണ ഹി സന്ധിതക്ഷോ കാലാത്മനോ യസ്തിരോ ഭവിഷ്യതി. കാലസ്വരൂപനായ ഭഗവാന്റെ അസ്ത്രതേജസ്സിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ ശക്തനല്ല. ഭഗവാന്റെ ചക്രത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കാവില്ല. കാരണം മദീയം സ്ഥാനം, എൻ്റെ ഈ സ്ഥാനം, അത് സഹ വിശ്വം ഏതത്, ലോകത്തോടു കൂടിയിരിക്കുന്ന എൻ്റെ ഈ സ്ഥാനം, ക്രീഡാവസാനേ കളി തീരുമ്പോൾ, ദ്വിപരാർത്ഥപത്നേ ദ്വിപരാർത്ഥമെന്ന പേരോടുകൂടിയ ആ പ്രളയകാലത്തിൽ ഭഗവാന്റെ ലീല ഉപസംഹരിക്കുമ്പോൾ എൻ്റെ ഈ മദീയം സ്ഥാനം, എൻ്റെ ഈ സ്ഥാനത്തെയും ധ്രുവഭംഗമാത്രേണ പുരികക്കൊടി ഒന്നിളക്കുന്നത് കൊണ്ട് തന്നെ സന്ധിതക്ഷോഹോ ദഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവന്റെ കാലാത്മന കാലസ്വരൂപനായ ആ ഭഗവാന്റെ ആ പുരിക മാത്രം കൊണ്ട് ഞാനും തിരോഭവിഷ്യതി ഇല്ലാതാകും. ഭഗവാന്റെ പുരികക്കൊടിയുടെ ഇളക്കം കൊണ്ട് കൽപ്പാന്തകാലത്തിലെ പ്രളയത്തിൽ ഞാനും മുങ്ങിപ്പോകുന്നതിനാണ്. എൻ്റെ ഈ സ്ഥാനവും ഈ ലോകവും ഒന്നും നിലനിൽക്കില്ല. ആ ഭഗവാന്റെ ആജ്ഞാനുവർത്തിയായി, ഭഗവാന്റെ ഭൃത്യനായി ഏൽപ്പിച്ച ജോലി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഭഗവാനെ അതിക്രമിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു ജോലിക്കാരൻ മാത്രമേ ഉള്ളൂ, പറയുന്നത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രഭുവാണ്, എനിക്ക് ചെന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സുദർശനത്തെ ജയിക്കാൻ ഞാൻ ആളല്ല. സ്ഥാനം മദീയം സഹ വിശ്വമേതത്
ക്രീഡാവസാനേ ദ്വിപരാർത്ഥപത്നേ രൂഭംഗമാത്രേണ ഹി സന്ധിധക്ഷോ കാലാത്മനോ യുഷ്യതിരോ ഭവിഷ്യതി സ്ഥാനം മദീയം സഹ വിശ്വമേതം ക്രീഡാവസാനേ ദ്വിപരാർത്ഥപത്നേ രൂഭംഗമാത്രേണ ഹി സന്ധിധക്ഷോ കാലാത്മനോ യസ്യതിരോ ഭവിഷ്യതി അഹം ഭവോ ദക്ഷഭൃഗുപ്രധാനാഃ പ്രദേശഭൂദേശസുരേശമുഖ്യാം സർവേ വയം യംനിയമം പ്രപന്നാ മൂർധിന്യത്തിദം ലോകഹിതം വഹാമാം. അഹം ഞാൻ, ഭവൻ ശിവൻ, ദക്ഷൻ, ഭൃഗു മുഖ്യന്മാരായ പ്രദേശന്മാര്, ഭൂദേശന്മാര്, സുരേഷന്മാരിൽ മുഖ്യനായ ഇന്ദ്രാദികൾ, സർവേ വയം ഞങ്ങളെല്ലാവരും യത് നിയമം പ്രപന്നാഹ യാതൊരു ഭഗവാന്റെ നിയമത്തെ പ്രാപിച്ചവരാണ്. മൂർധി അർപ്പിതം ലോകഹിതം മഹാമ ശിരസിലേക്ക് വെച്ച ഈ ലോകഹിതത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നു ഞങ്ങളൊക്കെ. അത്രേ ഉള്ളൂ. അയക്കോ ഞങ്ങൾക്കൊന്നും പറ്റില്ല. എൻ്റെ അടുക്കൽ മാത്രമല്ല, ഇനിയും മറ്റാരുടെങ്കിലും അടുക്കൽ പോകുന്നെങ്കിൽ അതും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക. കാരണം എന്താണ്? ഞാനും ശിവന്റെ അടുത്ത് പോകാനാണോ? അതും നടക്കില്ല. ശിവനും ഇതുപോലെ ജോലി ചെയ്യുന്നുണ്ട്. ദക്ഷന്, ഭൃഗു മുതലായിരിക്കുന്ന പ്രധാനന്മാരായ പ്രജാപതിമാര്, പ്രദേശന്മാര്, ഭൂദേശന്മാര്, സുരേശ്വരന്മാര്, മുഖ്യന്മാരായ ഇന്ദ്രാദികൾ ഞങ്ങളെല്ലാവരും യത് നിയമം പ്രപന്നാഹ ഭഗവാൻ ഏൽപ്പിച്ച നിയമത്തെ വഹിക്കുന്നവരാണ്. ഞങ്ങളുടെ മൂർധാവിൽ അർപ്പിച്ച ഈ ലോകഹിതത്തെ വഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിന്നെ രക്ഷിപ്പാൻ ഞങ്ങളാരും ശക്തരല്ല എന്ന് ഭംഗിയായിട്ട് തന്നെ ബ്രഹ്മാവ് കാര്യമായി. അഹം ഭവോ ദക്ഷഭൃഗുപ്രധാന പ്രദേശഭൂദേശസുരേശമുഖ്യാം സർവേ വയം എന്നിയമം പ്രപന്നാമൂർത്തിനർപ്പിതം ലോകഹിതം വഹാമാം. അഹം ഭവോ ദക്ഷഭൃഗുപ്രധാനാം പ്രദേശഭൂദേശസുരേശമുഖ്യാം സർവേ വയം എന്നിയമം പ്രപന്നാമൂർത്തിനർപ്പിതം ലോകഹിതം വഹാമാം. ശുഗൻ ഇടയ്ക്ക് കയറി ബാക്കി കഥ പറയുകയാണ്. പ്രത്യാഖ്യാതോ വിരിഞ്ചേന വിഷ്ണുചക്രോപതാപിത ദുർവാസ ശരണം യാത സർവം കൈലാസവാസിനം. പ്രത്യാഖ്യാത തിരിച്ചയച്ചു, നിരാകരിക്കപ്പെട്ടു. വിരിഞ്ചേന ബ്രഹ്മാവിനാൽ പറഞ്ഞയക്കപ്പെട്ടു. വിഷ്ണുചക്രോപതാപിത അപ്പോഴും വിഷ്ണുവിന്റെ സുദർശനക്രം കൊണ്ട് വീണ്ടും തപിക്കപ്പെട്ടവനായ അവൻ ദുർവാസാഹം സർവം ശരണം യാത ശിവന്റെ അടുത്തേക്ക് ശരണത്തിനായിട്ട് പോയി. കൈലാസവാസിനം സർവം. ഇപ്പൊ ബ്രഹ്മാവ് പറഞ്ഞ വെച്ചല്ലേ പോയിട്ട് കാര്യമില്ല എന്ന്. അത് ബ്രഹ്മാവിന്റെ കൊണ്ട് പറയുന്നു. ഞാൻ ശിവഭക്തനാണ്. ഒരു ഭക്തന് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ മറ്റാരുടെയും റെക്കമെൻഡേഷൻ വേണ്ടല്ലോ. അതുകൊണ്ട് ദുർവാസാവ് ശക്തി സംഭരിച്ച് തന്റെ ഇഷ്ടദേവതയായ പരമേശ്വരന്റെ അടുത്തേക്ക് കൈലാസത്തിലേക്ക് യാത്രയായി. പ്രത്യാഖ്യാതോ വിരിഞ്ചേന വിഷ്ണുചക്രോപതാപിതം ദുർവാസ ശരണം യാത സർവം കൈലാസവാസിനം. പ്രത്യാഖ്യാതോ വിരിഞ്ചേന വിഷ്ണുചക്രോപതാപിതം ദുർവാസ ശരണം യാത സർവം കൈലാസവാസിനം. ശ്രീരുദ്രോവാച അവിടെ ചെന്നു. അപ്പൊ ശിവൻ പറഞ്ഞു, വയം നതാത പ്രഭവാമി ഭൂംനി യസ്മിൻ പരേ അന്യേപ്യജ ജീവകോശാ ഭവന്തി കാലേന ഭവന്തി ഹി ദിശാ സഹസ്രശോ എത്ര വയം ഭ്രമാമാം. വയം ഞങ്ങൾ, ഹേ താത കുഞ്ഞെന്ന് വിളിച്ച പിതാവേ എന്നല്ല കുഞ്ഞെ. പ്രഭവാമ ന പ്രഭവാമ ശക്തരല്ല. വയം ന പ്രഭവാമ ഞങ്ങൾ ശക്തരല്ല. ഭൂംനി ഭൂമാവിൽ ഭൂമാവ് നിറഞ്ഞു നിൽക്കുന്നവൻ. യസ്മിൻ പരേ പരമാത്മസ്വരൂപനായ സർവവ്യാപിയായ ആ ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനായ ഭഗവാന്റെ മുമ്പിൽ ഞങ്ങൾ അശക്തരാണ്. ഭൂംനി യസ്മിൻ പരേ ന പ്രഭവ
അന്യേപി അജജീവകോശാഹ, പിന്നാട്ടെ ബാക്കിയുള്ള ബ്രഹ്മാവ് സൃഷ്ടിച്ച ജീവകോശങ്ങൾ, ഇവരൊക്കെ പിന്നെ പറയേണ്ടതില്ലല്ലോ. എനിക്ക് പോലും ആ ഭഗവാന്റെ മുമ്പിൽ നിൽക്കാൻ ശക്തിയില്ല. അപ്പൊ പിന്നെ മറ്റുള്ള കാര്യം പറയാനില്ലല്ലോ. കാരണം ഇപ്പോൾ ഈ കാണപ്പെടുന്ന പോലെയുള്ള അനന്തമായ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടികാലത്തിൽ യാതൊരു ഭഗവാനിൽ നിന്നാണോ ഉദ്ഭവിക്കുന്നത്, സംഹാരകാലത്തിൽ അതൊക്കെ ആരിലേക്കാണോ ചെന്ന് ലയിക്കുന്നത്, ആ ഭഗവാന്റെ സങ്കല്പത്തിന് വിപരീതമായി നടക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതുകൊണ്ട് നിന്നെ സുദർശന ചക്രത്തിൽ രക്ഷിക്കാൻ ഞാൻ ശക്തനാണ്. ഭവന്തി കാലേ ന ഭവന്തി ഹീദൃശാഹ സഹസ്രശോ യത്ര വയം ഭ്രമാം. കാലത്തിലെ ഇല്ലാതാകുന്ന, കാലേ ന ഭവന്തി, കാലത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഈദൃശാഹ, ഇപ്പോഴീ കാണുന്ന ഒന്നും കൽപ്പാന്തകാലത്ത് ഉണ്ടാവില്ല. ഈ കാണുന്നതെല്ലാം ഭഗവാനിൽ നിന്നും ഉണ്ടായതാണ്. സഹസ്രശഃ, ആയിരക്കണക്കിന്. എത്ര വയം ഭ്രമാമ, ഞങ്ങളൊക്കെ ഇതിലിങ്ങനെ ഭ്രമിച്ചു നടക്കുകയല്ലാതെ ഞങ്ങളെ കൊണ്ടിത് മാറ്റിയെടുക്കാൻ ആവുന്നതല്ല. വയം നദാത പ്രഭവാമ ഭൂമ്നി യസ്മിൻ പരേ അന്യേപ്യജീവകോശാഹം യസ്മിൻ പരേ അന്യേ അപി അജ ജീവകോശാഹ യസ്മിൻ പരേ അന്യേപ്യജീവകോശാഹ. രണ്ട് ജാവൊന്നും ചുരുമം തെറ്റിപ്പോരുത്. വയം നദാത പ്രഭവാമഭൂമ്നി യസ്മിൻ പരേ അന്യേപ്യജീവകോശാം ഭവന്തി കാലേ ന ഭവന്തി ദിശാം സഹസ്രശോ യത്ര വയം ഭ്രമാമാം. വയം നദാത പ്രഭവാമഭൂമ്നി യസ്മിൻ പരേണ്യേപ്യജീവകോശാം ഭവന്തി കാലേ ന ഭവന്തി ദിശാ സഹസ്രശോ യത്ര വയം ഭ്രമാമാം. അഹം സനൽകുമാരശ്ച നാരദോ ഭഗവാനജാം കപിലോ അപാന്തരതമോ ദേവലോ ധർമാഫുരി മരീചി പ്രമുഖാശ്ചാന്യേ സിദ്ധേശ പാരദർശനാം വിദാമന വയം സർവേ യന്മായാം മായയാവൃതാ. ഞാനും സനൽകുമാരന്മാരും നാരദനും അജനായ ഭഗവാനും കപിലനും അപാന്തരതമ, വെള്ളത്താൽ മറയ്ക്കപ്പെട്ട ആയ ദേവലഹ ധർമ്മ ആസുരി, പ്രജാപതിമാര്, സിദ്ധേശന്മാര്, മരീചി, ദേവലൻ, ധർമ്മൻ, ആസുരി, അപാന്തരതമൻ, കപിലമുനി, ബ്രഹ്മദേവൻ, നാരദൻ, സനൽകുമാരൻ, ഞാൻ, മറ്റുള്ള സിദ്ധേശന്മാർ, ഇവരൊക്കെ എല്ലാവരും സർവജ്ഞന്മാരാണ്. ഞങ്ങൾക്കൊക്കെ പാരദർശനന്മാരാണ്. ഭഗവാന്റെ അങ്ങേയറ്റം വരെ കണ്ടവരാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ ഭഗവാന്റെ ശക്തിക്ക് അധീനരായതുകൊണ്ട് ഞങ്ങൾ ആരും ആ സങ്കല്പം എന്താണെന്നറിയാൻ പറ്റില്ല. എൻ മായാം നവിതാമ, ആ മായയെ ഞങ്ങൾക്കറിയില്ല. കാരണം എന്താണ്? മായയാ ആവൃതാഹ, ഞങ്ങളൊക്കെ മായയാൽ ചുറ്റപ്പെട്ടവരാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഇച്ഛ എന്താണ്, ഹിതം എന്താണ്, ആഗ്രഹം ഞങ്ങൾക്കറിയില്ല. അറിയാമെങ്കിലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാനിപ്പോൾ ഓടിച്ചെന്ന് ആ അംബരീഷൻ രക്ഷിക്കൂ എന്ന് പറയാൻ, രക്ഷിക്കാതിരിക്കാനാണ് ഭഗവാന്റെ ഹിതമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അഹം സനൽകുമാരശ്ച നാരദോ ഭഗവാനജാം കപിലോ അപാന്തരതമോ ദേവലോ ധർമാഫുരി മരീചി പ്രമുഖാശ്ചാന്യേ സിദ്ധേശ പാരദർശനാം വിദാമനവയം സർവേ യന്മായ മായയാവൃതാം. അഹം സനൽകുമാരശ്ച നാരദോ ഭഗവാനജാം കപിലോ അപാന്തരതമോ ദേവലോ ധർമാഫുരി മരീചി പ്രമുഖാശ്ചാന്യേ സിദ്ധേശ പാരദർശന വിദാമനവയം സർവേ യന്മായ മായയാവൃതാം. തസ്യ വിശ്വേശ്വരസ്യേദം ശസ്ത്രം ദുർവിഷഹം ഹിന തമേവ ശരണം യാഹി ഹരിസ്തേ സംവിധാസ്യതി. തസ്യ വിശ്വേശ്വരസ്യ ഇതം ശസ്ത്രം, ഈ ആയുധം, ചക്രം, ആ വിശ്വേശ്വരനായ ഭഗവാന്റെയാണ്. നഹ ദുർവിഷഹം, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. തമേവ ശരണം യാഹി,
അവന്റെ അടുത്തേക്ക് തന്നെ ശരണമായിട്ട് പൊക്കോളൂ. ഹരിഹിത്തേ സംവിധാസ്യ. ആ ഭഗവാൻ നിനക്ക് മംഗളം സുഖം ഉണ്ടാക്കിത്തരും. അവിടേക്ക് തന്നെ പൊക്കോളൂ. ഞങ്ങൾ ആരും വിചാരിച്ചിട്ടും പറ്റില്ല. തസ്യ വിശ്വേശ്വരസ്യേദം ശസ്ത്രം ദുർവിഷഹം കിന തമേവ ശരണം യാഹി ഹരിസ്തേ സംവിധാസ്യതേ. തസ്യ വിശ്വേശ്വരസ്യേദം ശസ്ത്രം ദുർവിഷഹം കിന തമേവ ശരണം യാഹി ഹരിസ്തേ സംവിധാസ്യതേ. ഇനി അദ്ദേഹം വൈകുണ്ഠ ലോകത്തിലേക്ക് യാത്രയാണ്. അടുത്ത ശ്ലോകം മുതൽ നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മുടെ സമയം ആയിരിക്കുകയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഉപസംഹരിക്കാം. അദ്ദേഹം വൈകുണ്ഠ ലോകത്തിൽ എത്തണമെങ്കിൽ ഒരാഴ്ച പിടിക്കും. പോയിട്ട് വരട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കുമാരസംഭവത്തിന്റെ കുമാരസംഭവത്തിന്റെ ഡേറ്റ് മാറ്റി അറിഞ്ഞു കാണും. ബുക്ക് ചെയ്യാത്തവര് കഴിയുന്നതും വേഗം ആഗ്രഹമുള്ളവർ ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ അത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോഴവസരമാണ്. അതും കൂടി ചേർത്ത് ഒരു കാളിദാസന് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാം, പഠിക്കാം. എല്ലാ വർഷവും സിലബസിൽ മാറി മാറി വരുന്നതാണ്. അതുകൊണ്ട് ചെയ്യാത്തവർക്ക് ഉടനെ എത്രയും വേഗം ചെയ്യണം എന്നെങ്കിലും അപേക്ഷിക്കാം.